ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാധിക ആ മണിചന്ദ്രമാല എടുക്കാൻ പൂജാമുറിയിലേക്ക് പോവുകയാണ്. അത് കാണുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, നീ ആ മണിചന്ദ്രമാല അധിക നാൾ കഴുത്തിലിട്ട് നടക്കില്ലടി. അതേസമയം പ്രഭാവതി മനസ്സിൽ പറയും, ഇപ്പോൾ കാണാൻ കളി. അങ്ങനെ രാധിക പോയി പൂജാമുറിയിൽ നോക്കുമ്പോഴാണ് ആഭരണപ്പെട്ടി കാണാതായ വിവരം രാധിക അറിയുന്നത്. രാധിക ആ വിവരം വന്ന് അച്ഛമ്മയോട് വന്ന് പറയാണ് കേട്ടോ. മണിചന്ദ്രമാല കാണാതില്ല എന്ന വാർത്ത അറിഞ്ഞ് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കും, ആഭരണപ്പെട്ടി കാണാനില്ല എന്നോ, അത് ആരെടുത്തിട്ട് പോയത്? എന്നിട്ട് എല്ലാവരോടും കൂടെ നിങ്ങൾ ആരെങ്കിലും ആ മാല എടുത്തോന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പല്ലവി അവിടേക്ക് വരുന്നത്. പല്ലവിയുടെ കഴുത്തിലെ മാല കാണുമ്പോൾ സുശീല പറയും, പല്ലവിയുടെ കഴുത്തിൽ കിടക്കുന്നതല്ലേ ആ മണിചന്ദ്രമാല, ആ മാലയല്ലേ ഇത്? അപ്പോൾ ജാസ്മിൻ പറയും, അത് ശരി, ആരോടും പറയാതെ പല്ലവി ആ മാല അടിച്ചു മാറ്റിയതാണല്ലേ. എന്നാലും പൂജാമുറിയിൽ വെച്ചിരുന്ന മാല എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എടുത്തല്ലോ. സമ്മതിക്കണം, മോഷണം കൈമുതലായവർക്ക് ഇതും ഇതിലപ്പുറവും ചെയ്യും. അപ്പോൾ രാധിക പല്ലവിയോട് ചോദിക്കും, പൂജാമുറിയിലിരുന്ന ഈ മാല എടുത്തണിഞ്ഞത് ശരിയാണോ പല്ലവി? അപ്പോൾ പാർവതി പറയും, ചെറിയമ്മ ചോദിക്കണ്ട, ഇവളോടെ ഞാൻ ചോദിച്ചോളാം. എന്നിട്ട് പല്ലവിയോട് ചോദിക്കും, ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ മാല എടുത്തണിഞ്ഞത്? വന്ന് നീ കാരണം ഞാനും നമ്മുടെ കുടുംബവും നാണം കെടുകയാണ്. അപ്പോൾ പല്ലവി പറയും, ഞാനൊന്നുമല്ല പൂജാമുറിയിൽ നിന്ന് ഈ മാല എടുത്തത്, എനിക്ക് പ്രഭാവതി അമ്മ തന്നതാണ് ഈ മാല. അപ്പോൾ അച്ഛമ്മ പ്രഭാവതിയോട് പറയും, നീയാണ് ആ മാല എടുത്ത് അവൾക്ക് കൊടുത്തതല്ലേ? എന്നിട്ട് ഇതിന്റെ പേരിൽ ഇത്രയും ചർച്ച ഇവിടെ നടക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ രാധിക പറയും, ഈ മാല അങ്ങനെ എല്ലാവർക്കും അണിയാൻ പറ്റിയ ഒരു മാലയൊന്നുമല്ല, ഇതിന്റെ മഹത്വം എന്താണെന്ന് പ്രഭാവതിക്ക് അറിയില്ലേ? അപ്പോൾ പ്രഭാവതി പറയും, ഇതൊന്നും എനിക്കറിയില്ല. ഈ മാല പൂജാമുറിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴേ ഇത് പല്ലവിയുടെ കഴുത്തിൽ അണിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാനത് ഇവളെ കാണിച്ചപ്പോൾ ഇവൾക്കും അത് ഇട്ട് നോക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ ഞാനത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. അപ്പോൾ അച്ഛമ്മ പല്ലവിയോട് പറയും, മോൾ ആ മാല ഒരു ചേച്ചിക്ക് കൊടുക്ക്, ചേച്ചിയാണ് ആ മാല ധരിക്കേണ്ടത്. അപ്പോൾ രാധിക പാർവതിയോട്, നീ ആ മാല പാർവതിയുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ വിശാല് ചോദിക്കും, അത് വേണോ ചെറിയമ്മേ? അപ്പോൾ അച്ഛമ്മ പറയും, വേണം, പാരമ്പര്യവും ആചാരവും ഒന്നും തെറ്റിക്കാൻ പാടില്ല. എന്നിട്ട് പാർവതിയോട് ആ മാല ഊരി വാങ്ങിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ പാർവതി പല്ലവിയോട് പറയും, നീ ആ മാല അഴിച്ചതാ? അപ്പോൾ പല്ലവി പറയും, ഇല്ല, ഞാൻ ഇത് തരില്ല. അപ്പോൾ പാർവതി പറയും, മര്യാദയ്ക്ക് ആ മാല തരുന്നതാണ് നല്ലത്. നീ കാരണം ഞാനിപ്പോൾ തന്നെ ഒരുപാട് നാണം കിട്ടും, ഇനി നീ എന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് പാർവതി ആ മാല ഊരി രാധികയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധിക ആ മാല വിശാലിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഈ മാല പാർവതിയുടെ കഴുത്തിൽ അണിയിക്കാൻ പറയാണ്. അങ്ങനെ വിശാൽ ആ മാല വാങ്ങി പാർവതിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ക്യാമറമാൻ പാർവതിയുടെയും വിശാലിൻ്റെയും ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം വിശാൽ റൂമിൽ പോയിട്ട് എടുത്ത ഫോട്ടോകളെല്ലാം ലാപ്ടോപ്പിലിരുന്ന് കാണാണ് കേട്ടോ. അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ വിശാൽ പറയും, ഈ മണിചന്ദ്രമാലയൊക്കെ അണിഞ്ഞ് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ മാല അണിഞ്ഞപ്പോഴേ നിന്റെ സൗന്ദര്യം ഒന്നും കൂടെ കൂടി. അപ്പോൾ പാർവതി പറയും, സാർ എന്നെ കാണുമ്പോൾ ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോഴേ എനിക്ക് നാണം വരുന്നു. അതെന്തിനാ നാണിക്കുന്നത്? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പാർവതി പറയും, ശരി, ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത്. ഈ മണിചന്ദ്രമാല ഊരി തിരികെ ഞാൻ ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്താലോ? ചെറിയമ്മ അത് കൊണ്ടുപോയിട്ട് തിരികെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചോട്ടെ. അപ്പോൾ വിശാല് ചോദിക്കും, അതെന്തിനാ ഊരി കൊടുക്കുന്നത്? ഇത് കഴുത്തി കിടക്കുമ്പോൾ പാർവതിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ? ഉണ്ട്, ഇത്തിരി ഭാരം തോന്നുന്നുണ്ട് വിശാൽ സാറേ. അപ്പോൾ വിശാൽ പറയും, പണ്ടൊക്കെ റാണിമാരെ കിലോ കണക്കിന് സ്വർണ്ണമാണ് കഴുത്തിലിട്ട് നടന്നിരുന്നത്. ഇതിപ്പോൾ അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതെൻ്റെ സുന്ദരിയുടെ കഴുത്തിൽ കിടന്നാൽ മതി. എന്നിട്ട് പാർവതിയോട് ഒരു ഉമ്മ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി പറയും, സാർ ഒന്ന് കണ്ണടക്കേ. അപ്പോൾ വിശാലെ കണ്ണടച്ച് നിൽക്കുകയാണ്. ആ സമയം പാർവതി പതുക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രതാപം പോയിട്ട് പ്രഭാവതിയോട് പറയും, ചേച്ചി എന്താ ഒന്നും പറയാതിരിക്കുന്നത്? എന്നും അവൾ കമ്പനിയുടെ ചെയർപേഴ്സണായി ഇരുന്നോട്ടെ എന്നാണോ? ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, ചെയർപേഴ്സണായി ഒപ്പുവെക്കലും കഴിഞ്ഞു. ഇനി ബ്രോഷറിലും ബുക്ക്ലെറ്റിലും ഫ്ലെക്സിലും ഒക്കെ പാർവതിയുടെ ഫോട്ടോ ആയിരിക്കും. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? സമയം കളഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണം. ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ നമ്മളിവിടെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. അപ്പോൾ പ്രഭാവതി പറയും, അങ്ങനെ കാഴ്ചക്കാരിയായി നോക്കിയിരിക്കാനല്ല ഞാനും നീയൊക്കെ ഈ വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ സമയം പാർവതിക്ക് അനുകൂലമാണെന്ന് കരുതി എന്നും അങ്ങനെ ആവണമെന്നില്ല. അവളെ വീഴ്ത്താൻ നമുക്കൊരു അവസരം വന്നു ചേരും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കൂ പ്രതാപ. അപ്പോഴാണ് ആൻറ്റി എന്ന് വിളിച്ചിട്ട് ജാസ്മിൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പ്രഭാവതിയോട് പറയും, ആൻറ്റിക്ക് ഇപ്പോൾ സമാധാനമായില്ലേ? അവൾ കമ്പനിയുടെ ചെയർപേഴ്സണായി. ആൻറ്റിക്ക് കമ്പനിയിലുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രഭാവതി പറയും, അത് കമ്പനിയുടെ റൂളല്ലേ ജാസ്മിൻ, അത് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ പറയും, എന്ത് റൂളാണെങ്കിലും ശരി,
ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ അവൾ കയറിയിരിക്കുന്നത്. എനിക്കിതൊക്കെ നഷ്ടപ്പെടാൻ കാരണം ആന്റി ഒറ്റ ഒരാളാണ്. ആന്റി എൻ്റെ കാര്യത്തിൽ ഉദാസീനത കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ വിശാലിന്റെ ഭാര്യയാവുമായിരുന്നു, കമ്പനിയുടെ ചെയർപേഴ്സൺ ആവുമായിരുന്നു, മണിചന്ദ്രമാല കഴുത്തിലിട്ട് നടക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ പ്രതാപം പറയും, വിശാലിനെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലല്ലേ അവള് കളം മാറി പാർവതിയോട് കൂടുതൽ അടുത്തത്. അപ്പോൾ പ്രഭാവതി പറയും, പാർവതിയെ അവജ്ഞയോടെ കണ്ടിരുന്ന വിശാൽ പെട്ടെന്ന് എങ്ങനെയാണ് അവളോട് കൂടുതൽ അടുത്തത്? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചിലപ്പോഴേ അവള് കാര്യമായ കല്യാണ മന്ത്രം പ്രയോഗിച്ചു കാണും, അതിലായിരിക്കും അവൻ വീണത്. അപ്പോൾ ജാസ്മിൻ പറയും, എന്ത് കുന്തായാലും ശരി, പാർവതി നമ്മളെക്കാൾ നല്ല ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയും, അവൾ എന്ത് ബുദ്ധി പ്രയോഗിച്ചാണോ വിശാലിനെ അവളുടെ പാട്ടിലാക്കിയത്, അതേ ബുദ്ധി നീയും പ്രയോഗിക്കണം. നീ തൽക്കാലം പാർവതിയെ മറന്നേക്ക്, എന്നിട്ട് വിശാലുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കേ. അപ്പോൾ ജാസ്മിൻ പറയും, അതിനൊക്കെ ഇനിയും കുറേ നാൾ കാത്തിരിക്കേണ്ടി വരും ആൻറ്റി. എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. പാർവതി ബുദ്ധി ഉപയോഗിച്ചാണ് കളിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ബുദ്ധിയും തന്ത്രവും ഞാൻ പുറത്തെടുക്കും. ഓടങ്കേറാ മൂലയിൽ ജനിച്ചു വളർന്ന അവളുടെ ബുദ്ധിയല്ല ഈ അമേരിക്കയിൽ ജനിച്ചു വളർന്ന എൻ്റെ ബുദ്ധി. ഞാൻ ആരാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും, അവൾ നല്ല ആവേശത്തോടെയാണല്ലോ ചേച്ചി പോകുന്നത്, എന്താണാവോ അവളുടെ പ്ലാൻ? അപ്പോൾ പ്രഭാവതി പറയും, വല്ല സ്ലോ പോയിസൺ കൊടുത്ത് രഹസ്യമായിട്ട് പാർവതിയെ കൊല്ലാനായിരിക്കും, അല്ലാതെ അവൾ എന്ത് ചെയ്യാനാ പ്രതാപ? പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പാർവതി വിളക്ക് കൊളുത്തി ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അമ്മയുടെ നിശ്ചയപ്രകാരമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ഇവിടേക്ക് വരുമ്പോൾ വിശാൽ സാറിന്റെ ഭാര്യയായി സാറിന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അപകടമൊന്നും വരാതെ സംരക്ഷിക്കണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ കഴിച്ചു കൂട്ടിയത്. ഞാനിപ്പോൾ ഇവിടുത്തെ കമ്പനിയിലെ ചെയർപേഴ്സണാണ്, പദവിയൊക്കെ കിട്ടി. പക്ഷേ അതെങ്ങനെ നോക്കി നടത്തണം എന്നൊന്നും എനിക്കറിയില്ല ദേവി. കമ്പനി കാര്യങ്ങൾ നോക്കി നടത്താൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് ഗായത്രിയമ്മ പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. എന്നിട്ട് ഗായത്രിയമ്മ പാർവതിയോട് പറയും, നീ ഒന്നിനും പേടിക്കേണ്ട മോളെ, നമ്മുടെ കമ്പനി ഭരിക്കാൻ നിനക്ക് സാധിക്കും, അതിനൊക്കെയുള്ള കഴിവ് നിനക്കുണ്ടെന്ന് ഞാൻ നിന്നോട് മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഈ ഭയം? എല്ലാം നീ കാലക്രമേണ പഠിച്ചോളും, പിന്നെ നിന്നെ സഹായിക്കാൻ വിശാലും ഉണ്ടല്ലോ. അപ്പോൾ പാർവതി പറയും, അതൊക്കെ എനിക്ക് അറിയാമേ, എങ്കിലും എനിക്ക് അമ്മയും കൂടെ കൂട്ടായി വേണം, ഞാൻ ഉണ്ടാകും, നീ നിന്റെ വിശേഷങ്ങളെല്ലാം പറ. അപ്പോൾ പാർവതി പറയും, ഞാൻ ഇന്നലെ മണിചന്ദ്രമാല അണിഞ്ഞു. അപ്പോൾ ഗായത്രി പറയും, അത് നന്നായി, ഇനി നീ തന്നെയാണ് ആ മാല അണിയേണ്ടത്. ആ മാല അമ്മ അണിഞ്ഞിരുന്നതല്ലേ, അത് അണിയാനുള്ള യോഗ്യത എനിക്കുണ്ടോ അമ്മേ? അതെന്താ മോളെ നിനക്കില്ലാത്തത്? നീ എൻ്റെ മകന്റെ ഭാര്യയാണ്, ഇവിടുത്തെ മരുമകളാണ്, എന്തുകൊണ്ടും ആ മാല ധരിക്കാനുള്ള യോഗ്യത നിനക്കുണ്ട്. നീ അഭിമാനത്തോടെ മണിചന്ദ്രമാല അണിയണം. അപ്പോൾ പാർവതി പറയും, ഒരു കാര്യം കൂടി ഉണ്ടമ്മേ, ഇന്നലെ വിശാൽ സാറ് ഒരു സങ്കടം എന്നോട് പറഞ്ഞു. അമ്മയെ ആ മണിചന്ദ്രമാല അണിഞ്ഞ് വിശാൽ സാർ കണ്ടത് കുട്ടിക്കാലത്തല്ലേ, വിശാൽ സാറിന് ഒത്തിരി ഇഷ്ടമായിരുന്നത്രേ അമ്മ മാല അണിഞ്ഞു വരുന്നത് കാണാൻ, അതിപ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നാണ് വിശാൽ സാർ എന്നോട് പറഞ്ഞത്. മണിചന്ദ്രമാലയിട്ട് അമ്മയെ കണ്ട് കൊതി തീരും മുമ്പ് അമ്മ പോയി എന്ന് പറഞ്ഞിട്ട് വിശാൽ സാറ് ഒത്തിരി സങ്കടപ്പെട്ടു. അപ്പോൾ ഗായത്രിയമ്മ പറയും, എന്ത് ചെയ്യാനാ മോളെ, വിധി അതായില്ലേ, സാരമില്ല, ഇനി എനിക്ക് പകരം നിന്നെ അവൻ ആ മാല അണിഞ്ഞ് കണ്ടാൽ മതി. അപ്പോൾ പാർവതി പറയും, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, അമ്മ ഇത് എനിക്ക് സാധിച്ചു തരുമോ? അങ്ങനെ ചോദിക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.